ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇഫ്താറിനെല്ലാം പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി കണ്ടാലോ? അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു മാവ് തയ്യാറാക്കിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിന്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിന്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഈ പൊടികളെല്ലാം നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം നമുക്ക് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ചപ്പാത്തിനേക്കാളും ചെറിയൊരു ലൂസിൽ വേണം നമുക്ക് ഈ ഒരു മാവ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. എനിക്കിപ്പോൾ 2 കപ്പിന് 1/4 കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നത്. നിങ്ങൾ മാവ് എടുക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് വെള്ളം ചേർത്തിട്ട് ഇതേപോലെ ചെറിയൊരു ലൂസിലൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗീ ഇല്ലേ, നമ്മൾ പശു നെയ്യ്, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പ്രസ്സാക്കിയിട്ട് ഒന്ന് നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ഈ ഗീ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു സ്നാക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കായിട്ടാണ് ഇത് കിട്ടാൻ. അപ്പോൾ ചെറുതായിട്ട് ലൂസായതുകൊണ്ട് തന്നെ നമ്മൾ കയ്യിലെല്ലാം ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്നതിൽ തോന്നും. പക്ഷെ നന്നായിട്ട് പ്രസ്സാക്കിയിട്ടൊന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ഒട്ടിപ്പിടിക്കലെല്ലാം ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുത്തിന്. ഒരു മണിക്കൂർ 1.5 മണിക്കൂറോളം നമുക്ക് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. തണുപ്പുള്ള സ്ഥലങ്ങളാണെങ്കിൽ കുറച്ചധികം ഒരു 2 മണിക്കൂറെല്ലാം വേണ്ടി വരും. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ ഓയിൽ മാത്രം എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഒരു 1.5 മണിക്കൂറോളം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ആക്കാം. ആ ടൈം കൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യാനുള്ള മസാല നമുക്ക് തയ്യാറാക്കിയിട്ടെടുക്കാം. ഞാനൊരു പാൻ എടുത്തിട്ട് അടുപ്പത്തേക്ക് വെച്ചിന്. ആ പാന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഒന്ന് ഒഴിച്ചെടുക്കാം. ഞാൻ ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഞാൻ 3 മീഡിയം സൈസുള്ള ഉള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ചതാണ്. ഇനി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉള്ളി നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം, അതുവരെ നമുക്കൊന്ന് വഴറ്റിയിട്ട് എടുക്കാം. ഇതിലേക്ക് ഈ ടൈം നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഉള്ളി നല്ല സോഫ്റ്റായിട്ട് വരുന്നവരെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം. ഇനി ഉള്ളി നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്ന ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. മീറ്റ് മസാല ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും പിന്നെ ഇതിലേക്ക് ചെറിയൊരു പച്ചമുളകിൻ്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. എരിവെല്ലാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് മിക്സാക്കിയ ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മളെ ഈ മസാല കുറച്ചൊരു ഒട്ടുന്ന പരുവത്തിൽ, അതായത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള രീതിക്കാണ് വേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി മിക്സാക്കിയ ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്തിട്ട് എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് വെക്കാം. ഇപ്പോൾ നമ്മളെ മസാല ഇവിടെ റെഡിയായി. കണ്ടില്ലേ, നല്ലൊരു ടേസ്റ്റുള്ള ഒരു സിമ്പിൾ മസാലയാണിത്. ഇനി ഇത് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് തണിഞ്ഞ ശേഷം ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതോടൊപ്പം അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 4 മുട്ട പുഴുങ്ങിയിട്ട് വെച്ചിന്. ഈ ഒരു മുട്ട 2ആയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ഓരോ നമ്മൾ സ്നാക്കിലും വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കാം. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിന്. ഇനി ഇത് കൈകൊണ്ട് മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഈ മാവ് ഞാൻ 2 ബോൾസ് ആക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ പരത്തുന്ന ആ പലകയിലോട്ട് കുറച്ച് മൈദപ്പൊടി ഒന്ന് തൂക്കി കൊടുക്കുക. അതിനുശേഷം ഓരോ ബോൾസ് ആക്കിയിട്ടൊന്ന് പരത്തിയിട്ട് എടുക്കുക. ചെറിയൊരു തിക്നെസ്സിൽ വേണം, അതായത് നമ്മളെ കുബൂസിനെല്ലാം ഒരു തിക്നെസ്സിൽ പരത്തൂലേ, ആ ഒരു തിക്നെസ്സിൽ വേണം നമ്മളിത് പരത്തിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പരത്തലിന് നമ്മൾ 4 സ്നാക്കാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഒന്ന് പരത്തിയിട്ട് എടുക്കാം. ഇപ്പം ഞാനൊരു ചെറിയൊരു തിക്നെസ്സോട് കൂടിയിട്ടാണ് ഇത് പരത്തിയിട്ടെടുത്തത്. ഇനി ഇത് 4 ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. പ്ലസ് പോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം ഒരു 1.5 ടേബിൾ സ്പൂണോളം മസാല തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുക്കുക, നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാത്തിലും അതേപോലെ തന്നെ മസാല ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്.
മസാല വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഓരോ മുട്ടയാക്കിയിട്ട്, അതായത് നമ്മൾ മുട്ട പകുതിയാക്കിയിട്ട് വെച്ചിട്ടില്ലേ, ആ ഓരോ പകുതിയാക്കിയിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് വെച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ സമൂസക്കിലൊന്ന് കോട്ട് ചെയ്യുന്ന പോലെ ആ രണ്ടറ്റത്തുനിന്നും ഒന്ന് കൂട്ടി പിടിച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇതിലേക്ക് വെള്ളം ആക്കിയിട്ടോ മൈദ ആക്കിയിട്ടോ അങ്ങനെ ഒന്നും ഒട്ടിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. അപ്പോൾ നമുക്ക് കൈയോട് നന്നായിട്ട് പ്രസ്സാക്കി തന്നെ ഇത് നന്നായിട്ട് തന്നെ ഒട്ടിക്കിട്ടും. അപ്പോൾ ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് ഒന്ന് അമർത്തിയിട്ട് ഒട്ടിച്ചെടുക്കുക. എവിടെയും ഗ്യാപ്പില്ലാത്ത രീതിക്ക് നല്ല രീതിക്ക് തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇപ്പം ഇതാ ഞാനൊരു സ്നാക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ചിട്ട് എടുത്തിനി. ഇനി നമ്മളിത് വെക്കുന്ന ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് പൊടിയൊന്ന് തൂക്കിക്കൊടുക്കുക, കാരണം ഈ സ്നാക്ക് ഒന്ന് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വളരെ കുറച്ച് പൊടിയൊന്ന് തൂക്കിക്കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച സ്നാക്ക് ഇതേപോലെ വെക്കുക. എന്നിട്ട് ബാക്കിയുള്ളതും അതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇത് റമദാൻ മാസം നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. നമ്മൾ എന്തായാലും റമദാൻ ഒരു കടിയെങ്കിലും ആക്കൂലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റില്ല, അതായത് പബ്സിൻ്റെ വേറൊരു വേർഷൻ എന്ന് പറയുക, അതേപോലെ അങ്ങനെയാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഈ ഇഫ്താറിനെല്ലാം ഒന്ന് ട്രൈ ചെയ്തൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഇത് ഇതേപോലെ എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. അതിനേക്കാളും കുറച്ചും കൂടി ഭംഗി നമുക്കൊരു കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുമ്പോഴാണ്. അതിനായിട്ട് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിന് ഒരു ബൗളിലേക്ക്. ഇനി ഇതിലേക്ക് സെയിം അളവിൽ തന്നെ, അതായത് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ലൂസാക്കിയിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. മൈദനെയും കോൺഫ്ലവറിന് പകരം ഒരു മുട്ട പൊട്ടിച്ചിട്ട് അങ്ങനെ കോട്ട് ചെയ്തിട്ട് എടുക്കുക. പക്ഷെ അതിനേക്കാളും ഇങ്ങനെ ചെയ്താൽ ഓയിലൊന്നും ഒട്ടും കുടിക്കില്ല. അപ്പം മുട്ടയിൽ കോട്ട് ചെയ്യുന്ന സ്നാക്സിൽ ഇതേപോലെ കോട്ട് ചെയ്താൽ നമ്മൾ ഓയിലൊന്നും അത്ര വലിച്ചെടുക്കില്ല. ഇനി ഒരു പ്ലേറ്റിലേക്ക് ഒരു 4 ബ്രെഡ് ഞാൻ പൊടിച്ചെടുത്തതാണ്, അതും കൂടി ചേർത്തിന്. ഇനി നമ്മൾ ഓരോ സ്നാക്കും ആ ലിക്വിഡ് ബാറ്ററിലേക്ക് ഒന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം. ഞാൻ കാണിച്ച ഒരളവിൽ 8 എണ്ണമാണ് ഈ സ്നാക്ക് 8 എണ്ണമാണ് കിട്ടിയിരിക്കുന്നത്. അതായത് 8 എണ്ണത്തിൻ്റെ അളവാണ് ഞാൻ ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതിലൊറ്റം തന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു സ്നാക്കാണ്. ഇതിപ്പോൾ ഞാൻ എല്ലായിടത്തും ഒന്ന് കോട്ട് ചെയ്തിട്ട് വെച്ചിന്. ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് കോട്ട് ചെയ്തിട്ട് വെക്കാം. ഇപ്പം ഞാൻ എല്ലാം കോട്ട് ചെയ്തിട്ട് വെച്ചിന്. ഇനി നമുക്ക് ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ച ശേഷം അതിലേക്ക് ഓരോ സ്നാക്കും ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. ഇട്ട വാടനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണ്ട, കുറച്ച് ടൈം കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. നന്നായിട്ട് പൊങ്ങി വരും ഈ സ്നാക്ക്. എന്നിട്ട് എല്ലാം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൽ കോൺഫ്ലവർ കോട്ട് ചെയ്തുകൊണ്ട് തന്നെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടും ഇരിക്കുന്ന ഒരു സ്നാക്കാണ്. ഇതൊന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് അപ്പുറം ഇപ്പുറം ഒന്ന് കളർ ചേഞ്ച് ആക്കിയിട്ട് എടുത്താൽ മതി. ചെറിയൊരു കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സ്നാക്ക് ഓയിലി ആയിട്ടുള്ള ഒരു സ്നാക്കൊന്നുമല്ല, ഓയിലൊന്നും ഒട്ടും കുടിക്കില്ല. അതേപോലെ തന്നെ ഓയിൽ അത്ര വലിച്ചെടുക്കൊന്നുമില്ല. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇത് കണ്ടില്ലേ, കാണാൻ നല്ല മൊഞ്ചില്ല, അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഒന്ന് കഴിച്ചാൽ തന്നെ വയറ് നിറഞ്ഞവും, കാരണം നല്ലൊരു അത്യാവശ്യം വലിയ നമ്മൾ നോർമൽ പബ്സിനെ പോലെ തന്നെയാണ്. ഇനി ഇത് ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഈ സ്നാക്കിൻ്റെ, ഉൾഭാഗം നല്ല ബണ്ണ് പോലെ സോഫ്റ്റ് ആയിട്ടും. ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ബണ്ണില്ലേ, അതിനേക്കാളും നല്ല സോഫ്റ്റ് മിൽക്ക് ബണ്ണില്ലേ, അതിനെ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. നല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്തൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു കമൻറ്റെങ്കിലും ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.